നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. ഹോർമൂസ് കടലിടുക്കിൽ പിടിമുറുക്കിയ ഇറാൻ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾ ആക്രമിച്ചവയിൽ 2 ഇന്ത്യൻ കപ്പലുകളും. പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി വിദേശകാര്യ മന്ത്രാലയം. ഹോർമൂസിലെ വെടിവെപ്പിൽ കരുതലോടെ ഇന്ത്യ. ഇറാനുമായി അകലം വേണ്ടെന്ന തീരുമാനം. ഹോർമൂസിൽ ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷ ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ വിമർശനത്തെ പ്രതിരോധിച്ച് പ്രതിപക്ഷം. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ പവിത്രത കളഞ്ഞുകുളിച്ചെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് സിപിഐ. വനിതാ ബില്ലിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധം തുടരാൻ ബിജെപി. വാൽപ്പാറ അപകടത്തിൽ തേങ്ങലടങ്ങാതെ പാങ്ങ് ഗ്രാമം. പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ. 2 പേരുടെ നില ഗുരുതരം. ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിന്റെ പങ്കിൽ വ്യക്തത വരുത്താൻ പോലീസ്. അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ. ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ നീക്കം. ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തുടരുന്നു. ചുട്ടുപഴുത്തു കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് താപനില 40 ഡിഗ്രി കടന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഇന്ന് കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. ആദ്യ വിജയ പ്രതീക്ഷയിൽ കൊൽക്കത്ത. പഞ്ചാബ് ലക്നൌ മത്സരം വൈകിട്ട് 7:30. വാർത്തകൾ വിശദമായി നോക്കാം. ഹോർമൂസ് കടലിടുക്കിൽ ആശങ്ക തുടരുകയാണ്. 2 ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ 4 കപ്പലുകളെ ഇന്ത്യൻ മേഖലയിൽ നിന്ന് പിൻവലിച്ചു. ദേശ് ഗരിമ എന്ന കപ്പൽ മാത്രമാണ് ഇന്നലെ ഹോർമൂസ് കടന്നത്. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇറാനിയൻ അംബാസഡറോട് ആശങ്ക അറിയിച്ചു. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നും വിക്രം മിശ്ര സൂചിപ്പിച്ചു. വിഷയം ഇറാനിലെ അധികാരികളെ ധരിപ്പിക്കാമെന്ന് മുഹമ്മദ് ഫത്താലി ഉറപ്പു നൽകി. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇന്ത്യക്ക് മുന്നിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ് ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം എന്ന് പറയുന്നത്. ഇതിൽ ഇറാനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചോ? ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതിൽ എന്താകാനാണ് സാധ്യത കൂടുതൽ? അനുശ്രീ, സംഘർഷം തുടങ്ങിയത് മുതൽ ഇന്നുവരെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അങ്ങനെ പറയത്തക്ക ആക്രമണങ്ങളോ അതുപോലെ ഭീഷണികളോ ഉണ്ടായിട്ടില്ല. മേഖലയിലൂടെ ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് സുഗമമായി കടന്നുപോകാം എന്ന് തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ ഇറാൻ എടുത്ത നിലപാട്. ഇതനുസരിച്ച് ഇന്ത്യൻ കപ്പലുകളെ സംഘർഷം ആരംഭിച്ച ഫെബ്രുവരി 28-ന് ശേഷവും ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ഇറാൻ അനുവദിച്ചിരുന്നു. അതുപോലെ ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കില്ല എന്നും ഇറാൻ ഇടയ്ക്ക് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഹോർമൂസ് വീണ്ടും ഇറാൻ അടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ യു എസുമായി ഉണ്ടായ ധാരണ പ്രകാരം ഈ വെടിനിർത്തൽ കാലയളവ് മുഴുവൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നിടുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ഇതനുസരിച്ചുകൊണ്ട് ഇറാൻ പൂർണ്ണമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നതാണ്. ടോൾ പിരിവ് ഉൾപ്പെടെ എടുത്തു കളഞ്ഞിരുന്നു. പക്ഷേ അമേരിക്ക ഇറാൻ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ ആ ഉപരോധം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റ് ഇന്ത്യൻ കപ്പലുകളോട് തിരിച്ചു പോകാനും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിലൂടെ മറ്റൊരു രാജ്യത്തിന്റെ കപ്പലുകളെ ഇതുവരെ ഇറാൻ കടത്തിവിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ഈ വെടിവെപ്പിൽ ചില കണ്ടെയ്നറുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് വിവരമുള്ളത്. ഒമാൻ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയും 25 നോട്ടിക്കൽ മൈൽ അകലെയുമാണ് ഈ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. ഈ 2 കപ്പലുകൾ ആക്രമണ വിധേയമായതിന് പിന്നാലെ മറ്റ് 4 കപ്പലുകളെ കൂടി ഇന്ത്യ മേഖലയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കപ്പൽ ദേശ് വൈഭവ് ഈ ദേശ് ഗരീമ എന്ന് പറയുന്ന ഒരു കപ്പൽ മേഖലയിലൂടെ കടന്ന് ഇന്ത്യയിലേക്ക് വന്നതായിട്ടാണ് റിപ്പോർട്ട്. ഈ ദേശ് ഗരീമ എന്ന കപ്പൽ മാത്രമാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്ക് ക്രോസ് ചെയ്തത്. മറ്റെല്ലാ ഇന്ത്യൻ കപ്പലുകളെയും ഹോർമൂസിൽ നിന്ന് നിലവിൽ ഇറാൻ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്
തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ്. ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്ന് ഇന്ത്യയിലേക്ക് ഗതാഗതം അനുവദിച്ച പശ്ചാത്തലത്തിൽ അത് വലിയ ആശ്വാസമായിരുന്നു. ഇറാനിൽ നിന്നുൾപ്പെടെ ഈ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ LPG ഗ്യാസ് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇത് മുൻപത്തെ ഒരു വളരെ കടുത്ത ചുറ്റുപാടിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു സുഗമമായിട്ടുള്ള ഒരു ഗ്യാസ് ട്രാൻസ്മിഷൻ ഒക്കെ വഴിവെച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഈ ഹോർമുസ് കടലെടുക്ക് അടച്ച പശ്ചാത്തലം അത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വിഷയത്തിൽ ഇന്ത്യ ഇറാനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി ഇറാന്റെ അംബാസഡറായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ ഡൽഹിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യക്കുള്ള ആശങ്ക അറിയിച്ചത്. ഇന്ത്യ ഇറാനോട് പങ്കുവച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നു. ഇന്ത്യയുടെ വ്യാപാര കപ്പലുകൾക്കാണെങ്കിലും ഇന്ത്യയുടെ നേവൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അവരുടെ സുരക്ഷയിൽ വലിയ ഒരു പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണം, ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ വിക്രം മിശ്രി മുഹമ്മദ് ഫത്താലിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ ആശങ്ക ഇറാനെ അറിയിക്കണമെന്നും മുഹമ്മദ് ഫത്താലിയോട് അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഹമ്മദ് ഫത്താലി ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ ആശങ്കകൾ അതുപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ നൽകണമെന്ന ഒരു അറിയിപ്പ് ഇതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇറാനിലുള്ള മറ്റ് ഉന്നത ഭരണാധികാരികളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ ഇറാനിയൻ അംബാസഡർ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യം ഒരു ആശ്വാസകരം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും ഇറാനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിഷയത്തിൽ ഇന്ത്യ പ്രതിഷേധം പോലുമല്ല അറിയിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈയൊരു നിലപാടിൽ ഇപ്പോൾ ഇറാനെ പിണക്കിക്കൊണ്ടുള്ള ഒരു നിലപാടെടുത്താൽ അത് ഇന്ത്യക്ക് തന്നെ തിരിച്ചടിയാകും. കാരണം മേഖലയിലൂടെ ഇനിയും നിരവധി ഇന്ത്യൻ കപ്പലുകൾ തീരത്തേക്ക് എത്തേണ്ടതുണ്ട്. ഒരുപാട് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നുൾപ്പെടെയുള്ള കപ്പലുകളെ മേഖലയിൽ നിന്ന് ഇറാൻ തിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ നിരവധി കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. സന്മാർ ഹെറാൾഡ്, അതുപോലെ തന്നെ ദേശ് വൈഭവ്, ദേശ് വിഭോർ, അങ്ങനെ നിരവധി കപ്പലുകളെയാണ് ഇന്നലെ ഇറാൻ തിരിച്ചയച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കപ്പലുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ എത്തേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമേ ഇന്ത്യയിലുള്ള ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ ഒന്ന് ലഘൂകരിക്കാനാവുകയുള്ളൂ. മറ്റ് പല മേഖലകളിലും ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി, അതുപോലെ LPG മേഖലയിലുള്ള പ്രതിസന്ധി, ഇപ്പോൾ കർഷകർക്കുള്ള വളങ്ങൾ ലഭിക്കാത്ത ഒരു കാര്യം, അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളിലും ഇന്ത്യ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം ഹോർമുസിൽ നിന്ന് കപ്പലുകൾ വന്നാൽ മാത്രമാണ്. അതുകൊണ്ട് ഇറാനോട് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഒരു സൗഹൃദ നിലപാട് അത് ഇനിയും മാറ്റിയിട്ടില്ല. ആ ഒരു സൗഹൃദ നിലപാട് തന്നെ തുടർന്നുകൊണ്ട് ഇന്ത്യയുടെ ആശങ്കകൾ അത് ഇറാനെ അറിയിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം ഇറാനിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജയ് പറയും പോലെ പോസിറ്റീവായുള്ള ഒരു സമീപനം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ തുടരുന്ന സൗഹൃദം അതുപോലെ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികൂലമായൊരു മറുപടിയാണ്, പ്രതികൂലമായൊരു നിലപാടാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നീട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഏത് രീതിയിലായിരിക്കും, ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും എന്നതിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഇതിനു മുൻപേ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ പലതവണ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾ തന്നെ ഇറാനിലെ സാഹചര്യങ്ങൾ അത് ചോദിച്ചറിയുകയും അതുപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രിയാണ് ഇറാനിലെ അംബാസഡറിനോട് സംസാരിച്ചത്. ഇപ്പോൾ ഇതിൽ പരിഹാരമൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയം മറ്റ് ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന തന്നെ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഒരു സുരക്ഷിതമായി ഹോർമുസ് കടക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്ത്യൻ ഫ്ലാഗുള്ള കപ്പലുകളെ മേഖലയിലൂടെ സുഗമമായി കടന്നുപോകാൻ ഇറാൻ
അനുവദിച്ചിരുന്നു. അപ്പോൾ ഈയൊരു സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത തലങ്ങളിലുള്ള സമ്മർദ്ദം ശക്തമാക്കുക തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അമേരിക്ക ഇപ്പോൾ ഈ ആയത്തുള്ള അലി ഖമനേയെ വധിച്ച ആ കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ അനുശോചനം അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രതിനിധി ഡൽഹിയിലുള്ള ഇറാന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഈ അനുശോചന ബുക്കിൽ ഒരു കുറിപ്പ് ഇന്ത്യയുടെ സന്ദേശം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഒരു സൗഹൃദപരമായിട്ടുള്ള ഇറാനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഇനി സാഹചര്യം എത്രത്തോളം രൂക്ഷമായാലും ഈ സൗഹൃദപരമായിട്ടുള്ള സമീപനത്തിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കാനാകുന്നത്. അതേസമയം തന്നെ US ഇറാൻ സമാധാന ചർച്ചയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമേരിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത വിദൂരമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ അലി ബാഫിന്റെ നിലപാട്. അടുത്ത ചർച്ചയുടെ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് അടച്ചതുകൊണ്ട് US-നെ ഭീഷണിപ്പെടുത്താനാകില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. We'll be talking about Iran later. We have very good conversations going on. It's working out very well. They got a little cute as they have been doing for 47 years. Nobody ever took them on. We took them on. They have no Navy. They have no Air Force. They have no leaders. They have no nothing. Actually, their leaders it is regime change. You call that enforced regime change. But we're talking to them. They wanted to close up the strait again, as they've been doing for years. And they can't blackmail us. In fact, a lot of the ships are coming up to Texas. I don't know if you know, in Louisiana, the ships are coming up. They got used to it. Maybe they'll keep doing it. It's worked out pretty good. But it's going actually along very well. And we'll see. But we'll have some information by the end of the day. We're talking to them. And, we're taking a tough stand. They've killed a lot of people. A lot of our people have been killed. A lot of your fellow soldiers have been killed over the years by Iran. The roadside bomb. Soleimani, I killed Soleimani. He was making the explosive form penetrators. They're making them in Iran, bringing them to Iraq and blasting through the vehicles. Well, he was the father of the roadside bomb, essentially, and he killed a lot of people. And when you see soldiers or others, but soldiers generally walking around with no legs, with no arms, a face that's been smashed, that was Soleimani, that was Iran that did that. So we have a much different view on it than other presidents have. ഇതിനിടെ ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് രംഗത്തെത്തി. ട്രംപിനെ നെതന്യാഹുവാണ് യുദ്ധത്തിലേക്ക് വലിച്ചിട്ടതെന്നാണ് കുറ്റപ്പെടുത്തൽ. അജയ് സുധ ബിജോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ ട്രംപിനെതിരെ US-ൽ നിന്ന് തന്നെ കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നു. ഈ യുദ്ധത്തിൽ ഒരു ഒത്തുതീർപ്പ് അതിന് ഇരു രാജ്യങ്ങളും മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയിലേക്ക് തിരിച്ചു വരാം. കമലാ ഹാരിസിന്റെ വാക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. Entered a war, got pulled into it by Bibi Netanyahu. Let's be clear about that. Entered a war that the American people do not want, putting at risk American service members. And among the many consequences of it, it includes jacking up the cost of gas so that on average Americans are paying at least $15 more to fill up their tank. Diesel costs 50% more. അജയ് തുടരുന്നുണ്ട്. അജയ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിനെതിരെ വലിയ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ US-ൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. ഇറാനും നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുന്നു. ഇതിലൊരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എപ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അനുശ്രീ, ഇറാനുമായിട്ടുള്ള ചർച്ച US-ന്റെ രണ്ടാം ഘട്ട ചർച്ച അതിൻ്റെ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നാളെ ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള തരത്തിലെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം സാധ്യതകളെല്ലാം വിദൂരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ US-ഓ ഇറാനോ പുതിയ ചർച്ചകളുടെ തീയതിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല. ട്രംപ് തൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് ഈ ചർച്ചകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, ഇറാനുമായിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, ഇറാൻ പൂർണ്ണമായി സഹകരിക്കുന്നു എന്നെല്ലാം
എന്നെല്ലാമാണ് ട്രംപ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഇത് ഇറാൻ മറ്റ് നിവൃത്തി ഒന്നുമില്ലാതെയാണ് ഇത്തരമൊരു ചർച്ചകൾക്ക് തയ്യാറായി വന്നിരിക്കുന്നത്. അവരുടെ നേവിയും എയർഫോഴ്സും എല്ലാം US പൂർണ്ണമായി നശിപ്പിച്ചു എന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ തീയതിയെ സംബന്ധിച്ച് ഇറാൻ ഒരു വ്യക്തതയൊന്നും നൽകുന്നില്ല. പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് വ്യക്തമാക്കുന്നത് US-മായി ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത അത് വളരെയധികം വിദൂരമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലെ പശ്ചാത്തലത്തിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നോക്കുകയാണെങ്കിൽ ട്രംപ് തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഹോർമുസ് തുറന്നതെന്നാണ് അദ്ദേഹം തന്റെ ട്രൂ സോഷ്യൽ വഴി അവകാശപ്പെട്ടത്. എന്തായാലും ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ഹോർമുസ് കടലിടുക്ക് ഈ വെടിനിർത്തൽ കാലയളവ് വരെ പൂർണ്ണമായി തുറന്നതായി ഇറാൻ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഹോർമുസ് അടച്ചതായിട്ട് ഇറാൻ പിന്നീട് നിലപാടെടുത്തത്. ഈ ഹോർമുസ് അടയ്ക്കാൻ തന്നെ കാരണം US-ന്റെ ഇറാന് മേലുള്ള ഉപരോധമാണ്. കാരണം ഈ ഇറാനിയൻ കപ്പലുകളെ ഇറാന്റെ തീരത്തേക്ക് പോകാതിരിക്കാനും അതുപോലെ തന്നെ ഇറാനിയൻ തീരത്ത് നിന്ന് തിരിച്ചു വരുന്ന കപ്പലുകളെയും US സേന തടഞ്ഞിരുന്നു. അപ്പോൾ ഇറാന് മേലുള്ള ഈ ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ ഹോർമുസ് പൂർണ്ണമായി തുറക്കൂ എന്നാണ് ഇറാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചകളുടെ ഫലമായി ഹോർമുസ് തുറക്കുകയായിരുന്നു. പക്ഷേ അമേരിക്കൻ ഉപരോധം അത് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ട്രംപ് തന്നെ പല ആവർത്തി വ്യക്തമാക്കുകയുണ്ടായി. US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് 21 കപ്പലുകളെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ട്രംപ് ഈ ഹോർമുസിലുള്ള ഇറാനിയൻ ഉപരോധം അവസാനിപ്പിക്കില്ല, ഒരു സമാധാന കരാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ US ഈ ഉപരോധത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള പ്രസ്താവന ട്രംപ് പിന്നീട് ഇറക്കുകയുണ്ടായി. അപ്പോൾ ട്രംപിന്റെ ഈ പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾക്ക് പിന്നാലെയാണ് IRGC ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതായിട്ട് നിലപാട് വ്യക്തമാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിന്റെ പ്രകോപന മാധ്യമമുണ്ടായി. അതിനെ തുടർന്നാണ് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചത്. അപ്പോൾ അതിന്റെ പ്രതിഫലനമായിട്ട് തന്നെയാണ് നിലവിൽ ഈ ഇന്ത്യൻ കപ്പലുകളടക്കം ആക്രമിക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ വിമർശനങ്ങളും നിലവിൽ ശക്തമായി ഉയരുകയാണ്. മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കമല ഹാരിസ് ആണ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കമല ഹാരിസ് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ് ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടത്. അമേരിക്കൻ ജനത ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ട്രംപിന്റെ ചില മണ്ടൻ തീരുമാനങ്ങൾ കാരണമാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നത്. ഇത് കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് ആയുധ നഷ്ടമുണ്ടായി, നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും കമല ഹാരിസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഉയർന്ന ഈ എണ്ണവില, പെട്രോളിന്റെയും അതുപോലെ തന്നെ ഈ ഗ്യാസിന്റെയും ഉൾപ്പെടെ വിലയും കമല ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് ഈ യുദ്ധത്തിന്റെ പ്രതിഫലനം കാരണം ഇപ്പോൾ കൂടുതൽ തുക പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിനെല്ലാം ട്രംപാണ് കാരണം എന്നുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ കമല ഹാരിസിന്റെ മാത്രമല്ല പൊതുവിലുള്ള അമേരിക്കയിലെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ട്രംപിനെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. അജി, അതുപോലെ തന്നെ ഇനിയൊരു സമാധാന ചർച്ച ഉണ്ടായാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാനുള്ള സാധ്യത കൂടുതൽ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന തർക്കങ്ങളായിരിക്കും. ആ തർക്കങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത മുന്നിൽ കാണാൻ സാധിക്കുമോ? ഹോർമുസിന്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ ആണവ കരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വലിയ തർക്ക വിഷയം തന്നെയാണ്. ലെബനനിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപേ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അമേരിക്കയുടെ മധ്യസ്ഥത പ്രകാരം ലെബനനിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നു എന്നാണ് വിവരമുള്ളത്. അപ്പോൾ ഇതിന്റെ ചർച്ചകൾ ഈ വരുന്ന ചൊവ്വാഴ്ച നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ലെബനനും വാഷിംഗ്ടണിലെത്തി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ അമേരിക്കയും തമ്മിലുള്ള ഒരു വെടിനിർത്തലിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഈ വരുന്ന 22 വരെ മാത്രമാണ് വെടിനിർത്തലിൻ്റെ കാലയളവുള്ളത്. അത് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല. ഇന്നലെ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ സമയപരിധി നീട്ടില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നീട്ടുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. നീട്ടിയേക്കില്ല അല്ലെങ്കിൽ നീട്ടില്ല എന്ന് തന്നെയാണ് നിലവിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചാൽ ഇനി പുതിയൊരു ആക്രമണം ഉണ്ടാകുമോ എന്നത് എല്ലാവരും ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പല വിഷയങ്ങളും ഇപ്പോഴും പരിഹാരമാകാതെയുണ്ട്. ഇന്നലെ തന്നെ ഇപ്പോൾ പല അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയാണെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയാണെങ്കിലും നോക്കിയാൽ ഇന്നലെ ട്രംപ് പറഞ്ഞത് യുറേനിയം ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറഞ്ഞത് ഇറാൻ ഈ യുറേനിയം അവരുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ആണവ കാര്യത്തിൽ ഉൾപ്പെടെ തർക്കങ്ങളുണ്ട്. ഹോർമുസിന്റെ വിഷയത്തിൽ തർക്കമുണ്ട്. അമേരിക്കൻ ഉപരോധം അവസാനിച്ചിട്ടില്ല. ഇതിനിടെ ഇറാൻ ഹോർമുസ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പല വിഷയങ്ങളും ഇപ്പോഴും തർക്കത്തിലുണ്ട്. പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല. വെടിനിർത്തലിന്റെ സമയം അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഒരു ആശങ്കയോടെ തന്നെയാണ് ഈ മേഖലയെ ലോകം വീക്ഷിക്കുന്നത്. ശരി അജയ്, തുടരുക. അതുപോലെ തന്നെ ലെബനനെ ആക്രമിക്കരുതെന്ന കർശന മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രയേലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. US-ന്റെ ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്ത് രാജ്യമാണ് ഇസ്രയേൽ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നാറ്റോയെ പരോക്ഷമായി കുറ്റപ്പെടുത്താനും ട്രംപ് മറന്നിട്ടില്ല. ചിലർ ഒരു അപകടം വന്നപ്പോൾ തനി നിറം കാണിച്ചെന്നും എന്നാൽ ഇസ്രയേൽ ശക്തമായി തങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അജയ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, നാറ്റോയ്ക്കെതിരെ രൂക്ഷമായ പരാമർശമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറച്ചുകൂടി ഒപ്പം നിർത്താൻ ട്രംപ് ശ്രമിക്കുന്നു എന്ന് തന്നെ വേണ്ടേ ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകാൻ? അനുസരി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ട്രംപിൻ്റെ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റിൽ ഇസ്രയേലിനെ ഒന്ന് വിമർശിക്കുന്ന രീതിയിലാണ് ട്രംപ് ആ പോസ്റ്റ് ഇട്ടത്. കാരണം ലെബനനിൽ വെടിനിർത്തൽ വന്നതിന് ശേഷവും ഇസ്രയേൽ ലെബനിലേക്ക് ഷെല്ലിങ്ങും അതുപോലെ തന്നെ ബോംബാക്രമണം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ പിന്നീട് വന്നിരുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ട്രംപ് ട്രൂ സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ലെബനനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ട് വിഷയം ഇപ്പോൾ അമേരിക്ക നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്രയേൽ അനാവശ്യമായിട്ട് ആക്രമണങ്ങൾ നടത്തരുത്, ലെബനനിൽ ബോംബിംഗ് ഇനി അനുവദിക്കില്ല, എല്ലാം മതിയാക്കിക്കൊള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം ഒരു വിമർശനത്തിന്റെ ഭാഷയിലായിരുന്നു. അതായത് നേരിട്ട് ട്രംപ് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് പോലെ കടുത്ത ഭാഷയിലെ ആക്രമണങ്ങളായിരുന്നില്ല, എന്നാലും ചെറിയൊരു വിമർശനത്തിന്റെ ടോണിലായിരുന്നു ട്രംപ് അന്ന് ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രയേലിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന തരത്തിൽ ട്രംപ് മറ്റൊരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിൽ ആദ്യത്തെ പോസ്റ്റിൽ വിമർശനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെന്നും ട്രംപ് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ എല്ലാ സമയത്തും അവർ ധൈര്യവും അതുപോലെ തന്നെ ബോൾഡ്നെസ്സും സ്മാർട്ട്നെസ്സും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരു അപകടഘട്ടം വന്നപ്പോൾ മറ്റ് ചിലർ അവരുടെ തനിനിറം കാണിച്ചു. എന്നാൽ ഇസ്രായേൽ അവർ അമേരിക്കയ്ക്കൊപ്പം നിന്ന് പോരാടി എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്നും ഇസ്രായേലിന് അറിയാമെന്നും ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചിലർ തനിനിറം കാണിച്ചു എന്ന ട്രംപിന്റെ പരാമർശം, ഇതിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് നാറ്റോയെ തന്നെയാണ്. നാറ്റോയ്ക്ക് നേരെ ഒരു പരോക്ഷ വിമർശനവും ട്രംപ് ഈ പോസ്റ്റിലൂടെ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ പല വേദികളിലും ട്രംപ് നാറ്റോയെ വിമർശിച്ചിരുന്നു. ട്രംപിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇറാന് നേരെ ഉണ്ടായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നാറ്റോയും അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്നതാണ്. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും ഇതിൽ US-നോടൊപ്പം നിൽക്കില്ല എന്ന് ഇതിനു മുൻപേ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാവരും ഇതിന് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലേക്ക് തങ്ങൾ അനാവശ്യമായി ഇടപെടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. ഈ ഹോർമുസിന്റെ വിഷയത്തിൽ മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിലപാട് കർക്കശമായി വ്യക്തമാക്കിയത്. അതായത് ഹോർമുസ് കടലെടുക്ക് തുറന്നിടണം എന്ന് തന്നെ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സംഘർഷങ്ങളിൽ ഭാഗമാകില്ല, അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല എന്ന് തന്നെ അവർ അറിയിക്കുകയായിരുന്നു. അതിന് പകരമായിട്ട് ട്രംപ് പല ആവർത്തി അവരെ കുറ്റപ്പെടുത്തി. ട്രംപ് പറഞ്ഞത് ഈ നാറ്റോ ധൈര്യമില്ലാത്തവരാണ്, നാറ്റോ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് വഹിക്കുന്നത് അമേരിക്കയാണ്, അമേരിക്ക ഇല്ലെങ്കിൽ നാറ്റോ ഒന്നുമില്ലാതാകും, നാറ്റോയിൽ നിന്ന് പിന്മാറുന്ന കാര്യവും തങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇതിന് US കോൺഗ്രസിന്റെ പിന്തുണ പോലും തനിക്ക് ആവശ്യമില്ല, ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നതും തൻ്റെ തീരുമാനമായിരുന്നു, വേണമെങ്കിൽ നാറ്റോയിൽ നിന്ന് തിരിച്ചിറങ്ങി വരാനും തൻ്റെ തീരുമാനം മാത്രം മതിയാകും എന്നെല്ലാം ട്രംപ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രയേലിനെ കൂടുതൽ ചേർത്ത് പിടിക്കാനും നാറ്റോയെ തന്നെ ട്രംപ് ആയുധമാക്കിയിരിക്കുകയാണ്. നാറ്റോയെ കടുത്ത ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തി, അതായത് ചിലർ തനിനിറം കാണിച്ചു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നാറ്റോയെ തന്നെയാണ്. ഇതിലൂടെ ഇസ്രയേലിനെ കൂടുതൽ
കൂടുതൽ ചേർത്ത് നിർത്തി നേരത്തെ ഉണ്ടായ ചെറിയ വിമർശനം, ആ ഒരു വിമർശനത്തിൻ്റെ ഭാഷയെ മറന്നു കളയുന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്തായാലും കമലാ ഹാരിസ് ഉൾപ്പെടെ ട്രംപിനെതിരെ വിമർശനം കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യത്തിലും ഇസ്രയേലിനെ ചേർത്ത് നിർത്തേണ്ടത് അത് ട്രംപിൻ്റെ ആവശ്യം തന്നെയാണ്. ഇസ്രയേലിൻ്റെ ഒരു പിന്തുണ ഇറാൻ വിഷയം ഉൾപ്പെടെ പരിഹരിക്കുന്നതിൽ ട്രംപിന് ഗുണകരമാകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എത്രയും വേഗം നല്ല രീതിയിൽ പുറത്തു കടക്കാൻ തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇസ്രയേലിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വനിതാ സംവരണ ബിൽ നടപ്പിലാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ സ്ത്രീകളോട് മാപ്പ് പറഞ്ഞ് പ്രധാനമന്ത്രി. പ്രതിപക്ഷം സ്ത്രീകളെ അപമാനിച്ചു. രാജ്യത്തെ സ്ത്രീകൾ ഇത് ഒരിക്കലും മറക്കില്ല. സ്ത്രീകൾ പലതും മറന്നേക്കാം, പക്ഷേ അവർ ഒരിക്കലും അവരുടെ അപമാനം മറക്കില്ല. സ്ത്രീകൾ ഈ മഹാപാപത്തിന് മാപ്പ് നൽകില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. आज भारत का हर नागरिक देख रहा है कि कैसे भारत की नारी शक्ति की उड़ान को रोक दिया गया, उनके सपनों को बेरहमी से कुचल दिया गया. हमारे भरसक प्रयास के बावजूद हम सफल नहीं हो पाए. नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूं. കോൺഗ്രസിന്റേത് നെഗറ്റീവ് രാഷ്ട്രീയമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. എല്ലാ പരിഷ്കാരങ്ങളെയും എതിർക്കുന്നു. കോൺഗ്രസ് പരിഷ്കരണ വിരോധികളായി മാറിയെന്നും നരേന്ദ്രമോദി. ഇപ്പോൾ അംഗസംഖ്യ ഉണ്ടായില്ല എന്നതിനർത്ഥം പരാജയപ്പെട്ടു എന്നല്ല. വനിതാ സംവരണ ബില്ലിൽ നടപ്പാക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് ഉറപ്പ് നൽകി. कांग्रेस उन सबका विरोध करती है, उसे खारिज कर देती है, उस काम के अंदर खलल डालती है. यही कांग्रेस का इतिहास है और यही कांग्रेस की नेगेटिव पॉलिटिक्स है. साथियों, ये वही कांग्रेस है जिसने जनधन, आधार, मोबाइल की स्त्री शक्ति का विरोध किया. कांग्रेस ने डिजिटल पेमेंट्स का विरोध किया. कांग्रेस ने जीएसटी का विरोध किया. कांग्रेस ने सामान्य वर्ग के गरीबों को आरक्षण का विरोध किया. कांग्रेस ने ट्रिपल तलाक के विरुद्ध कानून का विरोध किया. कांग्रेस ने आर्टिकल 370 हटाने का विरोध किया. हमारा संविधान, हमारे कोर्ट जिस यूनिफॉर्म सिविल कोड, समान नागरिक आचार संहिता को, यूसीसी को जरूरी बताते हैं, कांग्रेस उसका भी विरोध करती है. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നടപടി രാഷ്ട്രീയ ആയുധമാക്കി നരേന്ദ്രമോദി. രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതാണ് വനിതാ ബിൽ ലക്ഷ്യമിട്ടത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് നിർദ്ദിഷ്ട ഭേദഗതി ഉദ്ദേശിച്ചത്. അത് പരാജയപ്പെടുത്തിയ ശേഷം പ്രതിപക്ഷം ആഘോഷിച്ചുവെന്നും നിയമനിർമ്മാണം തടഞ്ഞവരെ രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ മറക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം തുടരാൻ ബിജെപി. വിവിധയിടങ്ങളിൽ ഇന്നും ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കും. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് സിപിഐ ആരോപിച്ചു. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണി. സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയാണ് ലോൺ എടുത്തതെന്ന് നിതിൻ പറഞ്ഞു. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടു. നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിച്ചു. ഇതോടെ അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് നിതിൻ രാജ് ജീവനൊടുക്കിയതെന്നാണ് വിശദീകരണം. കോളേജിന് പുറത്ത് നിതിൻ രാജ് ഉൾപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഈ സമയം കോളേജ് പരമാവധി സഹായിച്ചുവെന്നും മാനേജ്മെന്റ്
മാനേജ്മെന്റ് അവകാശപ്പെടുന്നു. അധ്യാപികമാർ നിരന്തരം ആവശ്യപ്പെട്ടാണ് നിതിൻ തിരികെ കോളേജിൽ എത്തിയത്. മെഡിക്കൽ ഡയറക്ടർ പി അദ്നാൻ സിദ്ദിഖാണ് വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഇപ്പോഴത്തെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. അപ്പോഴും ആ കോളേജിൽ അന്ന് ആ മുറിയിൽ ചില കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിലവർ കുറ്റക്കാരാകാതിരിക്കുന്നില്ലല്ലോ. അതെ അൻസറി, ഇതിൽ ഏറ്റവും പ്രധാനം ഈ നിതിൻ മരിച്ചിട്ട് 9ാം നാളാണ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം വരുന്നതെന്നാണ്. അതായത് പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് വേണ്ടി അദ്നാൻ സിദ്ദിഖ്, അതായത് MD ആണ് ഇങ്ങനെ ഒരു പ്രസ് റിലീസ് ഇറക്കിയത്. നേരത്തെ ഇവരുടെ പ്രതികരണം നമ്മൾ പലതവണ തേടിയതാണ്, പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു ദൃശ്യം, ഈ പ്രിൻസിപ്പലിന്റെ മുറിയിനകത്തുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു പ്രതികരണം എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രധാനമായും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിതിൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ്. കോളേജിനെതിരെ നിരന്തരമായി വ്യാജ വാർത്തകളും അതുപോലെ തന്നെ ആരോപണങ്ങളും വരുന്നത് അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നു. അതായത് അവിടെ ജാതി വിവേചനം നടന്നിട്ടില്ല, ജാതി വിവേചനം നടന്നു എന്ന തരത്തിൽ വലിയ തോതിൽ വാർത്ത പ്രചരിക്കുന്നു. അത് നിഷേധിക്കുന്നു കോളേജ് അധികൃതർ. അതോടൊപ്പം ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഇത്തരത്തിൽ സംസാരമുണ്ടായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നിതിൻ രാജോട് ഈ ലോൺ ആപ്പിൽ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയുടെ റെഫറൻസായി നമ്പർ കൊടുത്തു, അത് ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ നിതിൻ അത് ചെയ്യാൻ തയ്യാറായില്ല. അതിനുശേഷം സൈബർ സെല്ലിൽ ഈ പ്രിൻസിപ്പൽ പരാതി നൽകാൻ തയ്യാറാകുന്ന ഇടയിലാണ് നിതിൻ രാജ് ജീവനൊടുക്കിയെന്നും ഇതിൽ പറയുന്നു. അതോടൊപ്പം ഒരു ദൃശ്യം കൂടി കോളേജ് അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ സംഭാഷണങ്ങൾ അടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണം അടങ്ങിയ ദൃശ്യമാണ് കോളേജ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഈ ലോൺ എടുത്തത് നിതിന്റെ സഹോദരി ഭർത്താവ് അശോകിന് വേണ്ടിയാണെന്ന് നിതിൻ ഇവർ സമ്മതിച്ചു, അല്ലെങ്കിൽ പ്രിൻസിപ്പളോട് പറഞ്ഞു എന്നാണ് അതിൽ മറ്റൊരു കാര്യം പറയുന്നത്. എന്തായാലും കോളേജിനെതിരെ വലിയ തോതിൽ ഭൂമി കയ്യേറിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പ്രസ്റ്റീജ് ഗ്രൂപ്പ് വേണ്ടി ഈ അദ്നാൻ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോട് മാത്രമല്ല ഈ നിതിന്റെ കുടുംബത്തോടൊപ്പമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, അല്ലെങ്കിൽ നമ്മളും അതിനൊപ്പം പങ്കുചേരുന്നു, അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം വലിയ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ നിതിന്റെ വീട്ടിൽ പോകാതിരുന്നതെന്നും കൂടി അതിൽ വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതിൻ മരിച്ചിട്ട് 9ാം നാളാണ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു വാർത്താക്കുറിപ്പ് വരുന്നത്. പോലീസ് നേരത്തെ നമ്മൾ തന്നെയാണ് ഇത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന പല ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പൽ അതായത് നിതിനോട് കയർക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പ് വരുന്നത്. നിരന്തരം ഇവരുമായി ഈ കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല വിദ്യാർത്ഥികൾ ഇവരുമായി ചർച്ച നടത്തണം നേരിട്ട് എന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ 9ാം നാൾ ഇങ്ങനൊരു വാർത്താക്കുറിപ്പ് പുറത്തു ഇറക്കിയിരിക്കുന്നു. അതായത് പുറത്ത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ നിതിൻ ഉണ്ടായെന്നും അതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടവർ. അതും ആ ഒരു പ്രശ്നം കൂടിയാണ് ഇങ്ങനെ ഒരു മരണത്തിന് കാരണമെന്ന് അല്ലെങ്കിൽ ജീവനെടുക്കാൻ കാരണമെന്നാണ് ഇതിൽ പറയുന്നത്. ഏതായാലും പോലീസ് ഇതിലൊരു അന്തിമ നിഗമനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് സംബന്ധിച്ച് അത് പോലീസ് തന്നെ വിശദീകരിക്കും. നമ്മളും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതുവരെ ഒരു കൃത്യമായൊരു വിവരം എന്താണ് നിതിന്റെ ഈ പ്രശ്നം എന്നത് സംബന്ധിച്ച്. മാത്രമല്ല പുറത്തിറങ്ങിയ ദൃശ്യങ്ങളിൽ നിതിൻ ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ആ ദൃശ്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഏതായാലും കോളേജ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത് നിതിൻ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നവും പുറത്തു നിന്നുള്ള ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ പുറത്തുണ്ടായിരുന്നു. അതിൽ കോളേജ് അധികൃതർ താക്കീത് നൽകിയിരുന്നു. അത് മാത്രമല്ല രക്ഷിതാക്കൾക്ക് ഇക്കാര്യം അറിയാം. രക്ഷിതാക്കൾ അവിടെ രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിതിനെ അവിടെ നിന്നും 2 മാസത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൗൺസിലിംഗ് നൽകണം എന്ന് ഉൾപ്പെടെ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു കുടുംബത്തോട്. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് നിതിനെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതല്ലാതെ അധ്യാപകന്റെ ജാതി വിവേചനം മൂലമുള്ള പീഡനം കാരണമല്ല നിതിൻ അവിടെ നിന്നും കോളേജിൽ നിന്നും പോകേണ്ടി വന്നത്. നിതിനെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. പലപ്പോഴും അങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ വലിയ തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇനി ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പോലീസാണ് ഇതിൽ എന്താണ് നിതിൻ ഈ ജീവനൊടുക്കാൻ കാരണമെന്ന് സംബന്ധിച്ച് വിശദമാക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ലോൺ ആപ്പാണ് ഈ ഒരു സംഭവം ജീവനൊടുക്കാൻ കാരണമെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും പുറത്തു വന്നിട്ടുള്ളത്. അനുസരിച്ച് ശരി, KV ബൈജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരെ രക്ഷിക്കാൻ ശ്രമം ബലപ്പെടുന്നതായാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്.
ലോൺ ആപ്പിലെ നോമിനികളായി നിതിൻ്റെ പിതാവും മാതാവും എന്നാണ്. മറ്റേ അധ്യാപിക എന്ന് പറയുന്ന അവരല്ല അതിൽ. അപ്പോൾ ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അധ്യാപികയ്ക്ക് എങ്ങനെ സന്ദേശങ്ങൾ വന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അധ്യാപികയുടെ നമ്പർ പോയി, അത് അന്വേഷിക്കുന്നതിന് പകരം നിതിൻ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികോഴ്സ് ചേർന്ന് ഇപ്പോൾ അതിന് എല്ലാം വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതല്ല വിഷയം. ലോണിൻ്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. ഈ ഫോൺ സന്ദേശങ്ങൾ പ്രധാന അധ്യാപികയുടെ ഫോണിലേക്ക് പോയതെങ്ങനെയെന്ന് മതിയായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരവർക്കെതിരെ നടപടി വേണമെന്നും സമഗ്രമായ അന്വേഷണം. മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതെല്ലാം മറനീക്കി പുറത്തു കൊണ്ടുവരണം. ബാക്കി കാര്യങ്ങൾ വെളി വരട്ടെ. ആരോപണ വിധേയരായ അധ്യാപകർ 7 ദിവസമായി ഒളിവിലാണ്. മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കാതിരിക്കുകയും പ്രതിപ്പട്ടിക വരുന്നവരെ ഉൾപ്പെടെ സാക്ഷി പട്ടികയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് ദളിത് സമുദായ മുന്നണി ഉൾപ്പെടെ കേരളത്തിലെ 100ഓളം സംഘടനകൾ, CSDS ഉൾപ്പെടെ KPMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും വരുന്ന 21-ാം തീയതി ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. വരുന്ന 28-ാം തീയതി കേരളത്തിലെ മുഴുവൻ പ്രദേശത്തും കേരളത്തിലെ മുഴുവൻ പ്രദേശത്തും ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനോ ഉണ്ട്, അത് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും, അത് ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ ഈ കേസിൻ്റെ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന മാനേജ്മെൻറ്റ് ഉൾപ്പെടെ കേരളത്തെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നത്. ഈ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താതെ വരുന്നത് ഭരണപക്ഷത്തെയും അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനമുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ്. അത്തരത്തിൽ പോലീസുകാരും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കേരള സമൂഹം മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനീതി, ഒരു കൊലപാതകം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ദളിതർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഹർത്താൽ, അത് കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കുന്നതിനും ശിക്ഷ കൊടുക്കുന്നതിനും നാളെ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിനിടെ നിതിന്റെ കുടുംബത്തിന് CPM നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവെച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും മരണത്തിലെ ദുരൂഹതകൾ നീക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും മറിയ ഓമൻ. മരണദിവസം നിതിൻ പ്രിൻസിപ്പലിന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട്. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആർക്കും അറിവില്ല. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണം. ഒരു മാതാവെന്ന നിലയിൽ ആ കുടുംബത്തിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും മറിയ ഓമൻ പറഞ്ഞു. എന്തായാലും ഇവിടെ വന്നത് നിതിൻ്റെ പേരൻസിനും നിതിൻ്റെ കുടുംബത്തിനും 2 സിസ്റ്റേഴ്സിനെ കണ്ടു. അവർക്ക് പൂർണ്ണമായ നീതി ലഭിക്കണം, അവർക്ക് അവരുടെ കുഞ്ഞിന് നീതി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആ പേരൻസിൻ്റെ ആവശ്യം. അത് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ്. അതിന് എല്ലാവിധമായ സപ്പോർട്ടും നാട്ടിലെ ഓരോ ജനങ്ങളും, നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1:20 നിതിൻ പ്രിൻസിപ്പളുള്ള ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഫ്രണ്ട് കണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷെ ഒരിക്കലും അത് ഇങ്ങനൊരു അവസ്ഥയിലേക്കാന്ന് ഇവരാരും തിരിച്ചറിഞ്ഞില്ല. 1:30 താഴെ വീഴുന്നു. പിന്നെ ഈ പയ്യൻ പറയുന്നത് പിന്നെ അവൻ പള്ളിയിലെന്തോ പോയതാണ്, പോയിട്ട് വന്നപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി ഇല്ലാന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ വെളിയിൽ വരണം, CCTV ദൃശ്യങ്ങൾ വെളിയിൽ വരണം. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുന്നു. 2 പേരുടെ നില ഗുരുതരമാണ്. പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഒരാളുടെ നില തൃപ്തികരമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടോ? അനുശ്രീ, ഇതിൽ 4 പേര് ആശുപത്രിയിൽ കഴിയുന്നതിൽ ഒരാളെ പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക്, പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മസ്ബീൻ എന്ന് പറയുന്ന
10 വയസ്സുകാരിയാണ് ഇവിടേക്ക് മാറ്റിയിട്ടുള്ളത്. മസ്രിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് അവിടെ നിന്ന് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടേക്ക് മാറ്റാനായിട്ടെല്ലാം തന്നെ സാധിച്ചത്. ഇവർക്ക് ഈ കുട്ടിക്ക് മുഖത്തും കാലിലും ചെറിയ പരിക്കുകളുണ്ട്. വയറ്റിൽ ആന്തരിക രക്തസ്രാവമുണ്ട്. നിലവിൽ സർജിക്കൽ ഐസിയുലാണ് മസ്ലിൻ ഉള്ളത്. മറ്റ് ആളുകൾ നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തന്നെ ഐസിയുവിൽ തന്നെ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ ഈ 3 പേരുടെയും, അതായത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 3 പേരുടെയും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ സജിതയുടെ മകൻ അപകടത്തിൽ മരിച്ച സ്കൂളിലെ പാചക തൊഴിലാളിയായ സാജിദയുടെ മകൻ ഷഹദിൻ 10 വയസ്സ്. ഈ ഷഹദിന്റെ ആരോഗ്യനിലയിൽ ഷഹദിന്റെ അരയ്ക്ക് കീഴ്പോട്ട് ഒരു ചലനശേഷിയിൽ ചില സംശയങ്ങളുണ്ട്. ചലനശേഷി കാര്യമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഡോക്ടർമാർക്ക് ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. കൂടുതൽ പരിശോധനകളെല്ലാം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. വാൻ ഡ്രൈവറായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ഫായിസിനും സാരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എങ്കിലും കുറച്ച് സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ആ സ്കൂളിലെ ബസ് ഡ്രൈവറായിരുന്ന നൌഷാദിന്റെ വാരിയലുകൾ തകർന്ന ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ഇവര് 3 പേരുടെയും ഈ പരിക്കുകളുടെ ഒരു സ്വഭാവം ഇതാണ്. 48 മണിക്കൂറാണ് അവർക്കൊരു നിരീക്ഷണം ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 90% കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷ് തന്റെ പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറിയത്. മാഷിന്റെ കണ്ണായി ഭാര്യ റുഖിയയും സദാ കൂടെയുണ്ടായിരുന്നു. ആശിച്ച് മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ താമസിച്ച് മതിയാകും മുൻപാണ് വിധി അപകടത്തിന്റെ രൂപത്തിൽ മജീദ് മാഷിനെയും റുഖിയയെയും തട്ടിയെടുത്തത്. കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷിന്റെ സഹോദരി അടക്കം ഇനി എന്തെന്നറിയാതെ തകർന്നിരിക്കുകയാണ്. വാൽപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ മജീദ് മാഷിൻ്റെ വീടിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന വീട്. 90% കാഴ്ചശേഷി ഇല്ലാത്ത വ്യക്തിയായിരുന്നു മജീദ് മാഷ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പരിമിതികളെ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും അദ്ദേഹത്തിൻ്റെ പിന്തുണയെല്ലാം. ഈ ദുരന്തത്തിൽ അവരും അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ ഇരട്ടിയാക്കിയത്. വലിയ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർക്കും കാഴ്ചശേഷിയില്ല. മജീദ് മാഷിൻ്റെയും അതേപോലെ സഹോദരിമാരുടെയും എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നത് റുഖിയയാണ്. അതുകൊണ്ട് തന്നെ മാഷിനൊപ്പം റുഖിയയുടെ ജീവൻ കൂടി ഇല്ലാതായതോടെ ഈ കുടുംബമാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. നാട്ടുകാരൊക്കെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണത്തിന് മജീദ് മാഷും റുഖിയയുടെ കൈ പിടിച്ച് എത്തിയതും ആളുകളെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നതൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഇപ്പോഴും തൊണ്ടയിടുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു മജീദ് മാഷും റുഖിയൊക്കെ ഇവർക്ക്. നിലവിൽ ഞാൻ ഇവിടുത്തെ 2 ടൈം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നിലവിൽ ഈ വാർഡിലെ കഴിഞ്ഞ ടൈമിൽ മെമ്പറായിരുന്നു. ഈ വീടിൻ്റെ കാര്യത്തിലേക്ക് മുമ്പൊക്കെ വലിയ സന്തോഷമായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡും കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. താമസിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ലല്ലേ? താമസിച്ച് കൊതി തീർന്നിട്ട് 100% നമുക്ക് ഉറപ്പ് തന്നെയല്ലേ. എന്നുവെച്ചാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓരോ ആളുകളോടും ഈ പരിപാടി പറയുമ്പോൾ ഓരോരുത്തരെ കണ്ടെങ്കിലും മജീദ് മാഷ് ആളുകളെ സൗണ്ട് കേട്ടിക്കാണ്ട് ഇന്ന ആളല്ലേ എന്ന് പോയി ചോദിക്കും. ഓരോ ആളുകളെയും സൗണ്ട് കേട്ടിട്ട് മജീദ് മാഷ് കണ്ടില്ലെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ച് അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ വീടിൻ്റെ ഈ നന അതുപോലെ തന്നെ പടവ് ഇവിടുത്തെ പെയിൻറ്റിങ്ങിന് ആളുകളുണ്ടാകുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ 2 നേരവും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നു വരാറുള്ളത്. അത് വളരെയേറെ സങ്കടമായിട്ടാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. മജീദ് മാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു, അതോടൊപ്പം നല്ലൊരു സംഘാടകനായിരുന്നു. കാഴ്ചശേഷി ഒന്നിനും അദ്ദേഹത്തെ തടഞ്ഞിരുന്നില്ല. അദ്ദേഹം എല്ലാം അനുഭവിക്കുവാനും അറിയാനും ഒക്കെ താല്പര്യമെടുത്തിരുന്ന, മുൻകൈ എടുത്തിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് വിനോദസഞ്ചാരത്തിനും ടൂറിനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അധ്യാപകൻ്റെ മരണം കുടുംബത്തിന് മാത്രമല്ല നാടിനും വലിയ തീരാ നഷ്ടം തന്നെയാണ്. ആ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാഷ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും ഏറെ വേദന നൽകുന്നതാണ്. പക്ഷേ മജീദ് മാഷിൻ്റെ ഈ ഒരു മരണം അത് ഈ നാടിന് കുറെ കൂടി വലിയ ആഴത്തിലുള്ള മുറിവാണ് നൽകിയിരിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
വാൽപ്പാറയിലെ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിലും പാങ് സ്കൂളിലും എല്ലാത്തിനും കരുത്തായി KET സംഘമുണ്ടായിരുന്നു. ദുരന്ത സ്ഥലത്തെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും പൊതുദർശനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനും KET സംഘമായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. പരിചയസമ്പന്നരും പരിശീലനം സിദ്ധിച്ചവരുമായ KET ടീം നാടിന്റെ ഏതാവശ്യത്തിനും എപ്പോഴും വിളിപ്പുറത്തുള്ളവരാണ്. KET എന്ന കേരള എമർജൻസി ടീം വാൽപ്പാറയിൽ ദുരന്തം നടന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ വാൽപ്പാറയിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നു. വാൽപ്പാറയിൽ അപകടം നടന്നയുടൻ തമിഴ്നാട്ടിലെ കോർഡിനേറ്ററിൽ നിന്ന് KET സംഘത്തിന് വിവരം ലഭിച്ചു. വാൽപ്പാറ ചുരം റോഡിൽ ഒരു ട്രാവലർ മറിഞ്ഞിട്ടുണ്ട്. മലയാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വൈകാതെ വീണ്ടും ഫോൺ കോൾ എത്തി. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. അപ്പോഴേക്കും വാൽപ്പാറയിലേക്ക് പോയ വാഹനത്തിന്റെ വിശദവിവരങ്ങൾ KET സംഘം ശേഖരിച്ചിരുന്നു. സംഘത്തിലെ തന്നെ ഒരംഗത്തിന്റെ സഹോദരീപുത്രനാണ് അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ചിരുന്നതെന്നും തെളിഞ്ഞു. ഉടൻ തന്നെ കേരള എമർജൻസി ടീം വാൽപ്പാറയിലേക്ക് ആംബുലൻസുമായി തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനവും ആശുപത്രിയിലേക്ക് മാറ്റലും പോസ്റ്റ്മോർട്ടവും അടക്കം ഏകോപിപ്പിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി മറ്റൊരു സംഘം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായ ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ നമുക്ക് ഫസ്റ്റ് അവിടുന്ന് നമ്മുടെ തമിഴ്നാട് വിങ് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ ഒരു വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആ സമയത്ത് തന്നെ നമ്മൾ ഏതാണ് വാഹനം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ആ സമയത്താണ് നമ്മുടെ പ്രവർത്തകൻ്റെ പെങ്ങളുടെ മകൻ്റെ വാഹനമാണ് എന്നൊക്കെ അറിഞ്ഞത്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രവർത്തകർ നാട്ടിൽ നമ്മുടെ സാദിഖ് പാങ്ങനെ പോലത്തെ ആളുകൾ ഇവിടുന്ന് ആംബുലൻസ് എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ ഈ മയ്യത്ത് എത്തുന്നത് വരെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ തന്നെയാണ് KETയുടെ കരുത്ത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകം പരിശീലനം നേടിയ ഈ സംഘം ഇന്ന് കേരളത്തിലെ സന്നദ്ധ സേവന രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ്. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് ചൂട് 40 ഡിഗ്രി കടന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കി. കൊടും ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കേരളം. എന്നാൽ സംസ്ഥാനത്ത് നേരത്തെ ഇതിലും ചൂട് കൂടിയ വേനൽക്കാലം ഉണ്ടായിരുന്നെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ദിവസേന രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില ഉയർന്നു നിൽക്കുന്നതാണ് അസഹനീയമായ ചൂടിന് കാരണമെന്നാണ് പറയുന്നത്. എൽനിനോ പ്രതിഭാസം കൂടി വരുന്നതോടെ വേനൽ മഴയിലും കുറവുണ്ടാകുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. മുൻവർഷത്തെക്കാളും ഭീകരം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമുക്ക് 2024 റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും താപനില കൂടുതൽ ഉള്ള വർഷം. 2025 നമ്മുടെ സമ്മർ സീസൺ, അതായത് നമ്മളുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ അത്രയധികം താപനില ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുൻവർഷത്തെക്കാളും എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഈ വർഷം ചൂട് കൂടുതലാണ്. കാരണം വേനൽ മഴ നമ്മൾ പ്രതീക്ഷിച്ചല്ല, സാധാരണ നമുക്ക് കിട്ടുന്ന അത്രയും വേനൽ മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരു സീസണൽ ടോട്ടൽ എടുത്ത് നോക്കിയാലും മഴ പെയ്ത ദിവസങ്ങളുടെ എണ്ണം നോക്കിയാലും കിട്ടിയ സ്റ്റേഷനുകളുടെ എണ്ണം നോക്കിയാലും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ആകാശത്ത് മേഘങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം തടഞ്ഞു നിർത്താനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയതാണ്. അപ്പോൾ മേഘങ്ങളുടെ അഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ചൂടിനുള്ള കാരണം എന്ന് പറയുന്നത്. രാവിലെ റെക്കോർഡ് ചെയ്യുന്ന മിനിമം ടെമ്പറേച്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ദിവസത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് മിനിമം ടെമ്പറേച്ചറും ഇപ്പോൾ ശരാശരിയിൽ കൂടുതലാണ്. അപ്പം മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും ശരാശരിയിൽ കൂടുതലായതുകൊണ്ട് നമ്മളൊരു ദിവസം മുഴുവനും ഒരു കൂടിയ താപനിലയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സമയത്ത് പോലും നമുക്കിതിൽ നിന്നൊരു റിലീഫോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആശ്വാസം കിട്ടുന്നില്ല. പിന്നെ മഴയും കിട്ടുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോകാം. കഴിഞ്ഞിട്ട് പറയാലോ, എന്തഭിപ്രായം ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അന്ന് പറയാം. 4-ാം തീയതിക്ക് ശേഷം എത്ര സീറ്റ് കിട്ടും, UDFൻ്റെ എത്ര മെമ്പർമാർ ജയിച്ചു വരും, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാൻ ധാരാളം സമയമുണ്ട്. അതായത് ഇത്ര വല്ലാതെ ടെൻഷനിൽ 24 മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കേണ്ട വിഷയമൊന്നും ഇല്ലല്ലോ. സാധാരണ പ്രവർത്തനങ്ങളാണെന്ന് പറയും. ഇത് മുതിർന്ന നേതാവ് അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടാണ് ദേശീയ അധ്യക്ഷനോട് പറയുകയാണ്, ഇന്നയാളെ, അതായത് ഇവിടെ മത്സരിക്കാത്ത ഒരാളെ, MP ആയിരിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ആവശ്യപ്പെടുകയാണ്. അല്ല, കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. അപ്പോൾ ആര് പറയണം ആര് പറയണ്ടെന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും
4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് പറയേണ്ട സമയം ഇതല്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. ആര് തിരഞ്ഞെടുക്കുന്നുവോ ആ നേതാവ് 5 വർഷവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും. അത് CPM-കാരോട് ചോദിക്കണം, അത് ഞങ്ങളുടെ വിഷയമല്ലല്ലോ. പിണറായി വിജയനാണോ അതോ ജയിച്ചു വരുന്ന പുതിയ ആളാണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ചുമതല ഇത്തവണ ഇല്ല. അത് 2 തവണ ഞങ്ങളുടെ ടേം കഴിഞ്ഞു, 2 ടേം ഞങ്ങൾ കഴിഞ്ഞു. ഇനി അത് CPM-ൻ്റെ ആണ് ആ ടേം. ഇനി അവർ തീരുമാനിച്ചോട്ടെ. അല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ബംഗാളിൽ പോകുന്നതിന് തടസ്സമില്ലല്ലോ. അവിടെ ഞങ്ങളുമായിട്ട് സഖ്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ ഞങ്ങളുമായിട്ടുള്ള സഖ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ ബംഗാളിൽ പോകുന്നതിന് എന്താ തടസ്സം? ഇത് ബംഗാളിൽ പോയാൽ മോഡിക്ക് വല്ലതും തോന്നിയെങ്കിലോ എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബംഗാളിൽ ഇത്തവണ പോകുന്നതിന് ഒരു തടസ്സവുമില്ല. സത്യം പറഞ്ഞു, ആകെ മാർക്സിസ്റ്റ് പാർട്ടി ഈ സ്റ്റേറ്റുകളിൽ കാര്യമായിട്ട് മത്സരിക്കുന്ന കേരളം കഴിഞ്ഞാൽ ബംഗാൾ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 5 സീറ്റും 2 സീറ്റൊക്കെ മത്സരിക്കുന്നുള്ളൂ. ബംഗാളാണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം ബംഗാളിൽ പോകേണ്ടതാണ്. എന്താണ് പോകാത്തതെന്ന് അറിഞ്ഞുകൂടെ. പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മോഡിയെ പ്രയാസപ്പെടുത്തണ്ട എന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒന്ന് കറങ്ങുന്നു എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആലോചിക്കാനുള്ള സമയമില്ല. അതൊക്കെ 4-ാം തീയതിക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ, പിണറായിക്ക് 28-ാം തീയതി വരെ ഉണ്ട് കാലാവധി. മെയ് 28-ാം തീയതി വരെ. 4-ാം തീയതി റിസൾട്ട് വരും. ധാരാളം സമയമുണ്ട് ആലോചിക്കാൻ. ഇപ്പോഴേ ആലോചിച്ച് ഇങ്ങനെ സമയം കളയുന്നതിന് പകരം റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം, കോൺസ്റ്റിറ്റ്യുവൻസി കറങ്ങേണ്ടവർക്ക് കറങ്ങാം. അതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. എന്നാൽ പിന്നെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച കോൺഗ്രസിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ. 4-ാം തീയതിക്ക് ശേഷം മാത്രം താനിതിൽ മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, വേനൽ ചൂട് അസഹനീയമായതോടെ യാത്രക്കാരെയും നഗരങ്ങളിലേക്ക് എത്തുന്നവരെയും ഒക്കെ ഇത് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ദുരിതത്തിലാവുകയാണ്. പകൽ സമയത്ത് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്തതും ഈ സമയത്ത് ചൂട് കൂടുതലായതും ഉപജീവന മാർഗത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം ഒഴിവ് സമയങ്ങളിൽ വിശ്രമിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ് സാധാരണക്കാർ. സാധാരണക്കാരൻ മുതൽ സമൂഹത്തിന്റെ മുകൾത്തട്ടിൽ നിൽക്കുന്നവരെ പോലും അസഹനീയമായ ചൂട് വലിയ രീതിയിൽ ദുരിതത്തിലാക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്നത് പുറം ജോലികൾ ചെയ്യുന്നത്, അതായത് തട്ടുകടകളും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ലോട്ടറി വിൽപ്പനക്കാരും അടക്കമുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള അവരുടെ ജീവിതവും വളരെ വലിയ രീതിയിൽ ദുസ്സഹമായിട്ടുണ്ട്. ഒപ്പം അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം കാണപ്പെടുന്നത്. അതിരാവിലെ മുതൽ കനത്ത ചൂടാണ്. പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. എന്നാൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും കുടുംബം മുന്നോട്ട് പോകണം. സാധാരണക്കാർക്ക് എല്ലാം അതിജീവിച്ചേ മതിയാകൂ. ചൂട് ഇരിക്കാൻ പറ്റാത്ത ചൂട് തന്നെയാണ്. ഇടയിൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട്, ഇപ്പം ഇന്നത്തെ അല്പം കുറവുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് അധികം ചൂട് തന്നെ. ഇനി വണ്ടിക്ക് തിരിക്കാൻ പറ്റുന്നില്ല, അത്രയൊക്കെ ഇപ്പം ചൂട് തന്നെ. ഓട്ടം ഉണ്ട്, ഇപ്പം ആരും പുറത്തിറങ്ങില്ല. ഉള്ള ഓരോ രാവിലെ ഓഫീസ് ടൈമിനുള്ള ഓട്ടം തന്നെയാണ്. പിന്നെ വൈകുന്നേരം 4:30 മണി to 7 മണി വരെയുള്ള ഓട്ടം. ചൂട് കാരണം വലിയ പാട്. 3 ലിറ്റർ വെള്ളം കൊണ്ടുവരും വീട്ടിൽ നിന്ന്, ഫ്ലാസ്കിൽ കൊണ്ടുവരും. ആ 3 ലിറ്റർ വെള്ളം കുടിക്കണത്. പുറത്തുനിന്ന് കട്ടനും കുടിക്കും. അങ്ങനെ 4-5 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ സാഹചര്യം വ്യത്യസ്തമല്ല. ഉത്തരേന്ത്യയേക്കാൾ ചൂട് ഇവിടെയുണ്ടെന്ന് ഭായിമാർ പറയും. ഭയങ്കര ചൂടാണ് ബ്രോ. ഇപ്പോഴേ നമ്മുടെ ജ്യൂസ് സർബത്ത് കുടിക്കുന്ന ഭയങ്കര ചൂടുണ്ട്. നാട്ടിൽ ഇത്ര ചൂടില്ല, പക്ഷെ കേരളയിൽ ഇപ്പോഴേ ഇന്ന് ഈ മാസം ഭയങ്കര ചൂടാണ്. ചൂട ആൾ വരുന്നില്ല, വെളിയിൽ ഇറങ്ങില്ല ചൂട് സമയം. തട്ടുകടയും ലോട്ടറി വിൽപ്പന നടത്തുന്നവരും ഒക്കെ ചൂടിനോട് പൊരുതിയാണ് ദിവസവും ജോലി ചെയ്യുന്നത്. ജനങ്ങൾ പുറത്തേക്ക് അധികം ഇറങ്ങാത്തതും ഇവർക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. വരുന്ന ആഴ്ചയും ചൂട് കൂടുതലായിരിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അതുവരെ ഈ ചൂട് സഹിച്ചേ മതിയാകൂ. അധികൃതർ കൃത്യമായ നിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഇത് പാലിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.